നമസ്കാരം. ഇന്ന് നമ്മളുടെ ടെലിവിഷനിൽ മലനാട് ടി വിയുടെ ദൃശ്യവാതായനങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുന്ന അതിഥി വ്യത്യസ്തനായ ഒരു ഗായകനാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ, എന്നാൽ മലയാള ചലച്ചിത്ര ലോകം ഇന്നും അങ്ങനെ അങ്ങ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഗായകൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തിനെ തേടി വന്ന അവസരങ്ങൾ എല്ലാവർക്കും ഹിറ്റുകൾ സമ്മാനിച്ചൊരു വ്യക്തി കൂടിയാണ്. ശ്രീ പ്രദീപ് പള്ളുരുത്തിയാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം. നമസ്കാരം. വ്യത്യസ്തനായ ഗായകൻ എന്ന് പറഞ്ഞതില് ഒരു ചെറിയ സംഭവമുണ്ട്. എന്താണെന്നറിയോ, ഈ ചേട്ടൻ കൂടുതലും കലാരംഗത്തേക്ക് വന്നത് മിമിക്രി സ്റ്റേജുകളിൽ ഗായകനായിട്ടും അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് അല്ലേ, ഗാനമേളയോടൊപ്പമാണ്. പക്ഷെ പിന്നീട് ഒരു മിമിക് ഗായകനെ വേണം എന്ന് തോന്നിയ ഒരു പ്രദീപ് പള്ളുരുത്തിയെ പിന്നെ ഉള്ളൂ. ശരിയല്ലേ? കാരണം എനിക്കത് പറയാൻ പറ്റുന്നത് ഒരു 10-20 വർഷം മുമ്പ് എനിക്കൊന്ന് സുരാജ് വെഞ്ഞാറും കൂടെ ആദ്യമായിട്ട് ഒരു ആൽബത്തിൽ അഭിനയിക്കുന്നത് ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ആൽബത്തിലാണ്. കോട്ടയം സ്വദേശിയായിട്ടൊരു ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇങ്ങനെ സുരാജിനെ വെച്ചിട്ടൊരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് പാട്ടുകൾ, കൊച്ചുമോൻ ചെറുവള്ളി എന്ന് പറഞ്ഞ എഴുത്തുകാരനും സംഗീതജ്ഞനുമായിട്ടുള്ള അദ്ദേഹം ഇതേപോലെ കുറെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി. അതില് സുരാജിന്റെ അതേ സ്ലാങ്ങിലും അതേ ശബ്ദത്തിലും പാടിയൊരു പാട്ടുണ്ടായിരുന്നു. കണ്ണടച്ചിരുന്ന സുരാജ് പാടുകളെ തോന്നുള്ളൂ. അപ്പൊ ഞാൻ അന്ന് അത് ചോദിച്ചിട്ടാരാ പാടിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പ്രദീപ് പള്ളുരുത്തി എന്ന് പറഞ്ഞ ഒരു ഗായകനാണ്. അപ്പൊ അന്ന് പോലെ എനിക്കൊരു ആഗ്രഹമുണ്ട് കാണണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സുരാജിനെ വെച്ചിട്ട് നമ്മളൊരു ആൽബം എടുക്കുമ്പോൾ സുരാജിന്റെ അതേ ശബ്ദത്തിലേക്ക് ചേട്ടന്റെ ശബ്ദം മാറുകയാണ്, മൃഗം മാറുകയാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തനായ ഒരു ഗായകൻ എന്ന് പറഞ്ഞത്. പക്ഷെ ചേട്ടനെ വ്യത്യസ്തനാക്കിയത് ആ വ്യത്യസ്തനാം ബാർബറാണ്. ശരിക്കും നമ്മളുടെ വ്യത്യസ്തനാം ബാർബറാം ബാലൻ അല്ലേ? വ്യത്യസ്തനാം ബാർബറാം ബാലൻ എന്ന് പറഞ്ഞൊരു ഗാനം മലയാളക്കരയില് ഇന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും വളരെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന വരികളും പാട്ടുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റൊന്നിലേക്ക് അടുത്ത് കിട്ടിയ ഒരു അവസരത്തെ കുറിച്ച് പറയുന്നത് ഈ രാജമാണിക്യത്തിലെ പാണ്ഡിമേളം. രാജമാണിക്യം പക്ഷേ വ്യത്യസ്തന് മുമ്പുള്ളതാ. അതെ അതെ, പാണ്ഡിമേളം അല്ലെ? വ്യത്യസ്തന് 10ാമത്തെ സിനിമയിലെ പാട്ടാണ്. രാജമാണിക്യം 2ാമത്തെ പാട്ടാണ്. ശ്രദ്ധിക്കപ്പെട്ടത് രാജമാണിക്യത്തിലെ പാട്ടാണോ? അതെ, ആദ്യമായിട്ട് സോളോ പാടുന്നത് രാജമാണിക്യമാണ്. രാജമാണിക്യത്തിലെ പാട്ടാണ്. അത് മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് അങ്ങനെ ഒരു ഹിറ്റ്. അതെ, തൊമ്മനും മക്കളും എന്ന സിനിമയില്, മമ്മൂക്കയുടെ തന്നെ തൊമ്മനും മക്കളും എന്ന സിനിമയിലാണ് ആദ്യം വരുന്നത്. നമ്മുടെ ഷാഫി ഡയറക്ട് ചെയ്ത പടം, മരിച്ചുപോയ ഡയറക്ടർ അദ്ദേഹം ചെയ്ത പടത്തിലാണ് ആദ്യം വരുന്നത്. അത് നമ്മുടെ പിന്നെ രാജൻ പി ദേവയേട്ടന് ലിപ്പ് ചെയ്യുന്ന പാട്ടാണ് ഞാൻ പാടിയത്. പുണ്യവാനി സഹാക്കിനുണ്ടായി 2 മക്കൾ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതെ, പുണ്യവാനി സഹാക്കിനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാബും 2ാമൻ യാക്കോബും. ആ 2 വരിയായിരുന്നു ആദ്യത്തെ സിനിമയിലെ പാട്ട്. ഗംഭീര. അത് ഇന്നും എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ തത്തി കളിക്കുന്ന വരികളാണ്. തന്നെ ആ വിഷ്വലൈസിംഗും ഷാഫി സാറിന്റെ ഗംഭീരമായിരുന്നു. അലക്സ് പോൾ ആണെന്ന് തോന്നുന്നു അല്ലേ സംഗീതം? അലക്സിയറിനാണ്. അലക്സിയറിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു സഹായിയായിട്ടും ട്രാക്ക് സിംഗറായിട്ടും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കഥ പറയുമ്പോഴേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്കൊരു എൻട്രി കിട്ടിയത്? കഥ പറയുമ്പോഴിന് മുമ്പ് ഞാൻ പിന്നെ എം ജയചന്ദ്ര സാറിന്റെ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു ചാൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പാണ്ഡിമേളമൊക്കെ പാടി കഴിഞ്ഞ ശേഷം എറണാകുളത്ത് ദാസ് സാറിന് വേണ്ടിയിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. സ്നേഹപൂർവ്വം ദാസേട്ടനോ അങ്ങനെ എന്തായിരുന്നു ആ ഷോയുടെ പേര്. അപ്പോൾ ആ ഷോയിൽ അന്ന് രാജമാണിക്യം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ രാജമാണിക്യം പാടാൻ വേണ്ടിയിട്ട് ആര് പാടുമെന്ന് ചോദിച്ചപ്പോഴേക്കും കൊച്ചിയിലുള്ള വേറൊരു സിംഗർ പറഞ്ഞു അയാൾ പാടിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പിന്നെ കെ കരുണാകരൻ സാറിൻ്റെ മരുമകൻ ഒരു ഡോക്ടർ വേണുഗോപാലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഞാനുമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അത് ഒറിജിനൽ പാടിയ ഒരാൾ നമ്മുടെ കൊച്ചിക്കാരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങേരെ വിളിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു പരിപാടിയുടെ ഒരു ദിവസം മുമ്പാണ് ഞാൻ അവിടെ എൻട്രി ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ അകത്തപ്പെടുന്നത്. അങ്ങനെ അവിടുന്ന് ആ പാണ്ഡിമേളം ഞാൻ സ്റ്റേജിൽ പാടണം കണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇമ്പ്രസ് ചെയ്തെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിവേദ്യം എന്ന സിനിമയിലേക്കുള്ള എൻട്രി. സിനിമ നിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിവേദ്യവും അത്യാവശ്യം ഹിറ്റായിരുന്നു, ആ പാട്ടും ഹിറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ സംഭവം വന്നപ്പോൾ ഇങ്ങനെ ഒരു വികടകവിയുടെ പിന്നെ
രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ മോഡുലേഷനൊക്കെ ശരിയാക്കി പാടാൻ പറ്റുന്ന ഒരാളെ അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ ശബ്ദം പറ്റുമെന്ന് തോന്നിയത്. പക്ഷേ പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഈ അടിച്ചുപൊളി പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി റെൻഡറിങ് വേണ്ട ഗാനങ്ങളിലാണ് പ്രദീപ് വള്ളിയുടെ ശബ്ദങ്ങൾ എപ്പോഴും നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. അതിനൊരു അപവാദമായിട്ട് വേണമെങ്കിൽ ഒരു മെലഡി പാടിയതുകൊണ്ട് സിനിമയിലെ ടമാർ പടാറുള്ള ആ പാട്ട് ഹിറ്റാണ്. ആ പാട്ട് രണ്ടുപേരും പാടാം. അങ്ങനെ നമ്മളെ കൊണ്ട് ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു മെലഡി കൂടെ പാടാൻ കഴിയുമെന്ന് തെളിയിച്ചു അല്ലേ? അല്ല, തീർച്ചയായിട്ടും എല്ലാ പാട്ടുകാർക്കും ഇഷ്ടം മെലഡി പാടാനാണ്. പിന്നെ സിനിമയിലുള്ളൊരു പ്രധാന നടനായാലും അതുപോലെ തന്നെ ഒരു ഗായകനായാലും ഒക്കെ നമ്മൾ ഏതിലാണോ ശോഭിച്ചത്, അതിൽ ഏതിലാണോ കൂടുതൽ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത്, ആ ഒരു ട്രാക്കിലൂടെ ആയിരിക്കും പിന്നെ നമ്മുടെ യാത്ര. എച്ച് മെഹബൂബിനെ നമുക്ക് ഓർമ്മയില്ലേ? സിഒ എൻ്റെ ഓർമ്മയില്ലേ? കാരണം ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെലഡി പാടുന്നവരായിരുന്നു. പക്ഷെ അവരൊക്കെ കഴിവ് തെളിയിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ പബ്ലിസിറ്റി കിട്ടിയത് വേറെ പല പാട്ടുകളിലായതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു ട്രാക്കിലോട്ടാണ്. അതുപോലെ ആ ഒരു ട്രാക്കിലോട്ടാണ് ഞാനും പോയത്. പക്ഷെ എനിക്ക് പക്ഷെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി പാട്ട് പാടും. അല്ല, എനിക്കൊന്ന് പ്രദീപ് വള്ളിയുടെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഒരു കാലത്ത് ഗാനമേള. അതെ അതെ, അന്ന് തമിഴില് വളരെ തമിഴ് പാട്ടുകളല്ലേ അന്ന് പാടി തമിഴ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന തമിഴ് പാട്ടെന്ന് പറയുന്നത് SPB സാറിന്റെ പാട്ടുകളാണല്ലോ അന്നത്തെ ഹിറ്റുകളെല്ലാം. പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, ഇനി വരും മുനിവരും തടുമാറും കനിമരം, ഏഹേ ഇനി വരും മുനിവരും തടുമാറും കനിമരം, പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം. ഇത് ഏതെങ്കിലും തമിഴ് സംഗീത സംവിധാനം കേട്ടിട്ട് ഒരു നല്ല അവസരം തമിഴിലും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിക്കും. നേരത്തെ തമിഴ് പാടിയിട്ടുണ്ടല്ലേ പ്ലേബാക്കില്? ഞാൻ തമിഴ് പാട്ട് 2-3 പാടിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് നമുക്ക് ഗുണത്തിൽ കൊണ്ടില്ല. തെലുങ്ക് കന്നഡ പാടിയിട്ടുണ്ട്. കന്നഡ ബബ്ലുഷ എന്ന് പറഞ്ഞ സിനിമ, അത് കുസ്തിയാടു എന്ന് പറഞ്ഞിട്ട് പാട്ടാണ്. കുസ്തിയാടു മസ്തി തോറു ബാരോ മല്ലേനെ അങ്ങനത്തെ പോകുന്നൊരു പാട്ട്. ശരിക്കും പ്രദീപ് വള്ളിയെ കൂടുതൽ ജനകീയനാക്കിയത് ഒരു പക്ഷേ ഒരു കാലത്തെ പാരഡി ഗാനങ്ങളാണ്. ഇപ്പൊ ചിങ്ങമാസമാണ് അല്ലെ? ചിങ്ങത്തിന് ദേമാവലി കൊമ്പത്ത് അങ്ങനെ ഓണത്തിനോട് കൂട്ടുകച്ചവടം അങ്ങനെ കുറെ അധികം കാസറ്റുകൾ. എനിക്ക് അറിയില്ല, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഗ്രാമം പത്തനംതിട്ട മലയോര മേഖലയാണ്. ഏത് വീട്ടിൽ പോയാലും പ്രദീപ് വള്ളിയുടെ പാട്ടുകളാണ് അന്നത്തെ സിനിമാ ഗാനങ്ങളെ ഹിറ്റാണ്. അതെ 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 അതെ. അല്ല, അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു ഒരു പാട്ടിന്റെ തന്നെ ഏകദേശം ഒരു 5-6 വേർഷനൊക്കെ പാടുമായിരുന്നു. അപ്പൊ ശരിക്കും എനിക്ക് തന്നെ അറിയില്ല ഇത് ഏതൊക്കെ പാട്ടൊക്കെ പാടിയെന്ന്. ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കാസറ്റ് ആദ്യം നാദിർഷ, ദിലീപ്, അബി, അങ്ങനെ കുറെ ആളുകളൊക്കെ ആയിരുന്നു. ഷിയാസ് ഒക്കെ ആയിരുന്നു. അത് അവര് 3-ാം ഭാഗം തൊട്ട് അവര് മാറി. അപ്പോഴേക്കും അവിടെ ഞങ്ങൾ എൻട്രി ആയി. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഏതിനെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാല് ഒരാളാണ് വിപണി കീഴടക്കുക എന്ന് പറഞ്ഞ അർത്ഥത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവമായിരുന്നു. അങ്ങനെ പുട്ടുകച്ചവടം അവസാനം ഒരു 7-8-ാം ഭാഗമൊക്കെ ഇപ്പോഴും സൂപ്പർ ഹിറ്റായിട്ട് പോയി. കുറേ നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട്, നല്ല കുറെ പാട്ടുകളൊക്കെ ആയിട്ട് പിന്നെ ഓണത്തിനോട് പുട്ടുകച്ചവടം പോയായിരുന്നു. തീർച്ചയായിട്ടും. ഈ ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും ഈ പറയുന്ന നമ്മുടെ ബാർബറ ബാലന്റെ ആ വോക്കൽ ഇതുണ്ടല്ലോ, ഒരു വികടകവി പാടണം അല്ലേ? അതെ, വികടകവിയായിട്ടുള്ള ഒരാള് അദ്ദേഹം പ്രസന്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു. അതെ 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 അതെ. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വരികൾ പാടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ആരത് എഴുതിയതെന്ന് ചോദിച്ചു.
അപ്പോഴാണ് പറഞ്ഞ അനിൽ പനച്ചൂരാൻ എന്ന് പറഞ്ഞ കവിയാണ് ഇത് എഴുതുന്നത്. അനിൽ പനച്ചൂരാന്റെ കവിതകൾ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള കവിതകളാണ്. അപ്പോൾ അങ്ങേരാണോ ഇത് എഴുതിയതെന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം അത്രത്തോളം എന്താ പറയുക, രസകരമായ രീതിയിൽ ഇപ്പോൾ ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന ഒരു വീരൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് വികട കവിയാണ്, വികട കവിതയാണ് വേണ്ടത്. അതെ, പക്ഷെ എന്നാലും അതിനകത്ത് ഗംഭീരമായ ആശയങ്ങൾ ഒരു പക്ഷേ അല്ലാണ്ട് മാത്രമേ പറ്റൂ. അതെ അതെ, തീർച്ചയായിട്ടും. ചില കവികളോട് ഇപ്പോഴത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരെ ഞാൻ മോശക്കാരാക്കല്ല, പക്ഷെ ഇത്തരം മോശമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, അതിൽ പോലും കണ്ടല്ലോ, അതിൽ പോലും അതിന്റെ ഒരു കാവ്യാത്മകത കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള മനുഷ്യനാണ് അനിൽ. അത് ലളിതമായ വരികൾ. അതെ അതെ അതെ, മലയാള ശുദ്ധ മലയാള കവിത എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു കവിത, ഒരു പാട്ട്, വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ എന്ന് പറഞ്ഞൊരു കവിത തുടങ്ങുക, ഒരു പാട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് തന്നെ വല്ലാത്തൊരു പ്രത്യേകത അല്ലേ? തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത സംഭവം തന്നെ. ഞാനത് പാടിയപ്പോഴും ഞാൻ വല്ലാതെ മനോഹരമാണ്. ഞാൻ സന്തോഷിച്ചിട്ട് ആസ്വദിച്ച് തന്നെ പാടിയ പാട്ടാണ്. അയ്യോ, രണ്ടുപേരുടെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ കവിതകളിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും മലയാളികൾക്ക് മലയാണ്മയ്ക്ക് നൽകിയ സംഭാവനകളാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ആ പാട്ടത്. ഓ, തീർച്ചയായിട്ടും. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ, ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ, അതിലോലൻ, മുഖവടിവേലൻ, ജനതോഴൻ, നമ്മുടെ ബാലൻ, 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 വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വളരെ ഗംഭീരമായ ഒരു പാട്ടായിരുന്നു. അതൊരു ആഘോഷമായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും തിയേറ്ററില് ആഘോഷമായി പോകുന്ന ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഈ പാടുന്ന ആളും ആ പാട്ട് ആഘോഷിച്ചാണ് പാടിയത്. ശരിയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒറ്റ ടേക്കിലാണോ മൊത്തം പോയത് അതോ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പാടാൻ അധികം സമയമൊന്നും എടുത്തില്ല. പക്ഷേ ആ പാട്ട് പാടുമ്പോ ഈ പറഞ്ഞ പോലെ അത് ഒരു ക്യാരക്ടർ ചെയ്യുന്ന പാട്ടായിരുന്നില്ല. അത് നമ്മുടെ സലിംകുമാർ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അതുപോലെ കോട്ടയം നസീർ ചെയ്യുന്നുണ്ടായിരുന്നു, മാമൂക്കോയെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് 2-3 ടൈപ്പ് വോയിസ് മോഡുലേറ്റ് ചെയ്തിരുന്നു. അതായത് ഇപ്പോ പുളകം പതയ്ക്കുന്ന ക്രീമുമായെത്തി വദനം മിനുക്കുന്ന മീശപ്രകാശ, ആമോശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീര, താരരാജാവിന്റെ സ്നേഹിതൻ ബാലൻ, ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ, ഒന്നുമേ അറിയാത്ത പാവത്തിനെ പോലെ, എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്ന കള്ളൻ ബാലൻ. പലപ്പോഴും ഈ തിയേറ്ററില് സ്ക്രീനില് ഇത് അവര് തന്നെ പാടിയതാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഗായകൻ. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യസ്തനായ ഒരു ഗായകനാണ്. ഇങ്ങനെ സൗണ്ട് മാറ്റുകയും ആ ഭാവം ഉൾക്കൊണ്ട് ഇല്ലേ? നേരത്തെ ഈ കഥാപാത്രങ്ങൾ ആരാണ് ചെയ്യുന്നത് പറഞ്ഞു തന്നിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. അതായത് സലിംകുമാറാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്, പാടുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സലിംകുമാറിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത് എനിക്ക് പറ്റില്ല, കാരണം അതെനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രീതി, പ്രസന്റേഷന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പരത്തലുണ്ടല്ലോ, വ്യത്യസ്തനാമൊരു അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ അത് തന്നെ ആദ്യത്തെ 2 ലൈൻ പാടിയിരിക്കുന്നത് അനിൽ പനച്ചൂരാനാണ്. ആ വ്യത്യസ്തനാമൊരു എന്ന് പാടിയിരിക്കുന്നത് അത് അനിൽ പനച്ചൂരാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റിതമിക്കായിട്ടുള്ള വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഴുവൻ പാടിയിരിക്കുന്നത്. എന്തായാലും അതൊരു തിയേറ്ററിൽ വലിയൊരു ആഘോഷമാണ്. സ്ക്രീൻ മുഴുവനും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മുഖങ്ങൾ, അവരുടെ ആ ഭാവലയങ്ങൾ, അതുപോലെ ശ്രീചേട്ടൻ്റെതായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള സിറ്റുവേഷൻ. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം പാടി തിയേറ്ററിൽ ആഘോഷമാക്കി വളരെ വിജയം നേടിയ ഒരേട്ട സിനിമ കാലങ്ങൾക്ക് ശേഷം ഈ ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കട്ടെ. നാളെ മിക്കവാറും എനിക്ക് തോന്നുന്നു അമൃതയിലുള്ള ഒരു
പിന്നെ ഒരു മുഖാമുഖം ഉണ്ടായി. ഉണ്ട് ഉണ്ട്. എങ്ങനെയായിരുന്നു അത് ആ ഒരു സന്ദർഭം? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വികാര നിർഭരമായ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും. കാരണം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന്. അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ശ്രീനി സാറ് വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് പിന്നെ ഷിജു അഞ്ജുമന എന്ന് പറഞ്ഞൊരു ലിറിക്സ് മറ്റേ പാട്ടുകൾ എഴുതുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലിൻ്റെ ഒരു പാരഡി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാട്ട് തന്നെ ഒരു കോമഡി പാട്ടാണ്, പിന്നെ അതിൻ്റെ തന്നെ ഒരു പാരഡി ഉണ്ടാക്കി പാടുക, അതും പാടിയ ആൾ തന്നെ പാടുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര അത്ഭുതകരമായ കാര്യം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ സാറ് വന്നിട്ട് സാറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സാറ് ശരിക്കും പറഞ്ഞാൽ എന്നെ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സാറ്, ഞാൻ ചെന്നു, സാറ് ഞാനിങ്ങനെ പ്രദീപാണ്. അപ്പോൾ സാറ് ഒട്ടും ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നമുക്ക്. പക്ഷെ സാറും തിരിച്ചറിഞ്ഞു. സാറ് അത് സന്തോഷത്തോടെ കയ്യിൽ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് സാറ് സ്റ്റേജ് അവിടെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് സാറ് ഇങ്ങനെ പ്രദീപ് പള്ളുരുത്തി വന്നിട്ടുണ്ടെന്ന് സാറ് പറയുമ്പോഴാണ് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. അത് സാർ അങ്ങനെ ഒരിക്കലും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്നെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇമോഷണലായിപ്പോയി. അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു ശരിക്കും. അയ്യോ, അല്ല അത് ഈ പടം ഇറങ്ങിയതിന് ശേഷം പടം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു ദിവസം വിളിച്ചു സാറ്. എവിടെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അബാദ് പ്ലാസയിൽ ഞാനുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 1.5 മണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു അങ്ങനെ എൻ്റെ ചുറ്റുപാടുകളും എന്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ തിരിഞ്ഞു ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടോന്ന് സംശയമാണ്. കൂടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൂടെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വളരെ വലിയൊരു ബിഗ് സല്യൂട്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള അന്വേഷണം ഇല്ലേ? അത് എനിക്ക് ഗുണമുണ്ടാകുന്നതിനപ്പുറത്തേക്ക് അയാൾക്കും കൂടി ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് വലിയ മനസ്സാണ്. അതൊക്കെ ശരി. അത്തരം മനസ്സുകൾ എല്ലാവർക്കും ഉണ്ടാട്ടെ ഈ ഓണനാളുകളിൽ നമുക്ക് ആശിക്കാം. എനിക്ക് തോന്നുന്നു ആ പാട്ട് തന്നെ മോഹൻ ചേട്ടൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സംഗീതം ചെയ്തിരുന്നത് ജയന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പാടി നോക്കാം എന്നായിരുന്നു അവർ ഫിക്സ് ചെയ്തിരുന്നില്ല. പക്ഷെ ശ്രീനിയേട്ടൻ വന്ന് കണ്ടപ്പോഴത്തേക്ക് ശ്രീനി സാറാണ് പറയുന്നത് ഇത് മതി എന്ന് പറയുന്നത്. ആ മതി എന്നുള്ള വാക്കിൽ നിന്ന് എന്താ പറയണ ആവശ്യത്തിലധികമുള്ള ഒരു എന്താ പറയുക പേരും പ്രശസ്തിയും ഒക്കെ എനിക്ക് കിട്ടുകയും എന്നെ ഞാനാക്കി മാറ്റുകയും ചെയ്തൊരു പാട്ടായിരുന്നു അത്. തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് വണ്ടനിക്കൊന്ന് 139 സിനിമ, ഇനിയിപ്പോൾ 7 സിനിമകൾ വരാനിരിക്കുന്ന അടക്കമാണ് പറയുന്നത്. അതുകൂടാതെ 7000-ലധികം ഗാനങ്ങൾ, ഗാനങ്ങൾ, നേരത്തെ പറഞ്ഞ ആൽബം സോങ്സ്. അതിലൊരു പാട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ അവസരം കിട്ടി, സുരാജ് വഞ്ചാറും കൊണ്ടേ കൊണ്ട്. അതുകൂടാതെ സിനിമാ ഗാനങ്ങൾ, 7000 ഗാനങ്ങൾ ഒരു കലാകാരൻ പാടുന്നു. നമുക്ക് ഈ ഗായകന് അല്ലാത്ത ഒരു പിന്നെ പള്ളിരുത്തുണ്ടല്ലോ, പ്രതി പള്ളിരുത്തിയുടെ ലൈഫുണ്ട്. എല്ലാവരും ഇങ്ങനെ ലൈം ലൈറ്റിൽ വന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഗായകൻ വളരെ നല്ല പാട്ടുകാരൻ, പക്ഷെ അതിനു മുമ്പ് ഒരു എഞ്ചിനീയർ എന്ന് അതായത് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പോയി. കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളൊരു ഗാനമേള ട്രൂപ്പിൽ അംഗമാകാൻ പറ്റി. അവിടെ നിന്നുള്ള മെസ്സിനുള്ള കാശും ഒക്കെ ഗാനമേള ട്രൂപ്പിൽ പാടാൻ പോയിട്ട് അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് നന്നായിട്ടൊക്കെ പോയി. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാർ 2-3 പേരും കൂടി ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ തോന്നി. ബിസിനസ് ചെയ്യാൻ തോന്നിയ നല്ല തീരുമാനമായിരുന്നു ആദ്യത്തെ 2 വർഷം. അതിനുശേഷം അത് ബിസിനസ് ഇച്ചിരി ഫ്ലോപ്പായി. കാരണം മിഷനറി സപ്ലൈ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി. അല്ല ലെയ്ത്ത്, പിന്നെ വുഡ് വർക്കിംഗ് മെഷീൻസ്, അങ്ങനെയുള്ള വലിയ വലിയ മെഷീൻസാണ്. അപ്പോൾ അതെല്ലാം കൊടുത്ത് ഒരു തവണ ഒരു മെഷീൻ കൊടുത്തത് മാറിപ്പോയി, അത് പ്രശ്നമായി. അങ്ങനെ വന്നപ്പോൾ അത് ആ പണിയെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ വേറെ പണിക്കിറങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ആ തീരുമാനം പക്ഷെ ഒരു പക്ഷേ ശരിയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും. ജീവിതം തന്നെ വഴിമുട്ടി പോകുമല്ലോ. പിന്നെ അത് ആ സമയത്ത് കിട്ടത്തില്ലായിരുന്നു.
അത് നമ്മളൊരു തൊഴിലിനെ നമ്മള് മോശമായിട്ട് കരുതുന്നില്ല, പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു അതെ, ഇന്നത്തെ അവസ്ഥയിൽ 10 പേര് ഇപ്പൊ 100 150 പേരോ കൂടുന്ന സ്ഥലത്ത് ഒരു 10 പേരെങ്കിലും തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഇന്ന് ഉദ്ഘാടകനായിട്ടൊക്കെ ക്ഷണിക്കാറുണ്ട് പലയിടത്തും. ഇപ്പോഴും എനിക്കൊന്ന് ഇന്നത്തെ ദിവസം 3ാമത്തെ പരിപാടി 4ാമത്തെ പരിപാടിയില്ല ജോയിൻ ചെയ്ത്, ഉറങ്ങുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നല്ല തിരക്കുള്ള ഒരു ഗായകനായി മുന്നോട്ട് പോകുന്നു. അതില് ക്ലാസ്മേറ്റ്സില് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം, ഇനി അടുത്ത ഇലക്ഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വോട്ടെടുപ്പ് സമയത്തെ ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇതേപോലെ തന്നെ വോട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്താണ്, അതെ, ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയത്. അതെ, വയലാർ ശരത്തേട്ടന്റെ ഗംഭീരമായ ഇവ എല്ലാം ലെജൻഡറി ഒരു അല്ലേ, ലിറിസിസ്റ്റും സംഗീത സംവിധായി. ശരിക്കും അവരോടൊപ്പം സഹകരിക്കാൻ കഴിയുന്ന ഒരു വലിയ വലിയ ഭാഗ്യമാണ്. ശരത്തേട്ടൻ, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ, പറഞ്ഞ അനിൽജി, അങ്ങനെ കുറേ അധികം എഴുത്തുകാർ, ഇപ്പോൾ റഫീഖ് അഹമ്മദ് വരെ ഉള്ള ആളുകളുടെ കൂടെ എഴുത്തുകാരുടെയും അതുപോലെ തന്നെ 10-25ഓളം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ സഹകരിക്കാൻ സാധിക്കുക, അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നു എനിക്ക്. ഞാൻ വേറെ കാര്യം ചോദിക്കുന്നതിനകത്ത് വിഷമം തോന്നരുത്. ഇല്ല, പ്രദീപ് പള്ളുരുത്തി ഈ പാട്ടുകളിലൂടെ ഒക്കെ നമ്മുടെ മനസ്സിലും ഒക്കെ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും ഇത് മതിയോ? പ്രദീപ് പള്ളുരുത്തി തെക്കേ ഇന്ത്യ കീഴടക്കുന്ന സമയം കഴിഞ്ഞില്ലേ? അല്ല, അത് ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തോ ഈ സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പണ്ട് തൊട്ട് തന്നെ. പക്ഷെ ഇപ്പൊ കുറെ മനസ്സൊക്കെ മാറി തുടങ്ങിയിട്ട് അത് വേണം എന്ന് എനിക്ക് തോന്നി. ആഗ്രഹം കേട്ടോ. കാരണം ഞാനൊക്കെ കുഞ്ഞു നാളുകളിൽ ഞങ്ങളുടെ നാടുകളിലൊക്കെ നിങ്ങളുടെ കൊച്ചിൻ ഹരിശ്രീയിലുണ്ടായിരുന്നു, ഗിന്നസിലുണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ പാടുമ്പം പ്രദീപ് പള്ളുരുത്തിയുടെ പിന്നെ തമിഴ് പാട്ട് കേൾക്കാനായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹരം ചെറുപ്പക്കാരുണ്ടായിരുന്നു അല്ലേ അന്നത്തെ കാലത്ത്. അപ്പം അന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇദ്ദേഹമൊക്കെ ഭാവിയിൽ തമിഴ് സിനിമകളിലൊക്കെ നല്ല. അല്ല, ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് തമിഴ് സിനിമയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. അങ്ങനെ 1-2 സിനിമകളിലൊക്കെ കാതൽ ഇനിയ കടിതം, അതാണ് ആ സിനിമയിൽ ആദ്യം പാടിയ സിനിമയുടെ പേരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞാൽ അതിനൊക്കെ നല്ല അത്യാവശ്യം മെലഡീസ് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നാൾ വേറൊരു സിനിമ വന്നു, സിനിമയുടെ കാര്യം വന്നു, അതിനകത്ത് നല്ലൊരു പാട്ട് പാടി. അതും പക്ഷേ എന്താ പറയണ, വെള്ളിത്തിര കാണാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അത് ഗുണമില്ലാണ്ടായിപ്പോയെന്നാണ്. ഇവിടെ ഇപ്പം പലപ്പോഴും നമ്മളിപ്പോ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ നമ്മളിലേക്ക്, അങ്ങനെ നമ്മളൊരു ഗോഡ് ഫാദർ ആയിട്ട് ഒരാൾ വരും. അതായത് ഞാൻ പറയണത്, അത് ഈ ദൈവം മനുഷ്യനായി താഴേക്ക് ഇറങ്ങി വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ തൊമ്മനും മക്കളും എന്ന സിനിമ ഞാൻ പാടാൻ, ഇപ്പം ഞാൻ പാടണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ അതിനകത്ത്. ഒരു പുതിയ പാട്ടുകാരനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണമെന്ന് ആർക്കും എത്ര നിർബന്ധം? അപ്പോൾ ഞാൻ പാടാം, അത് പാടിയാൽ മതി എന്ന് തോന്നലുണ്ടാകുന്നത് തന്നെ ദൈവികത അവരിലേക്ക് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പാണ്ടിമേളം, അതുപോലെ രാജമാണിക്യം എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് സിനിമ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമയിൽ രാജമാണിക്യത്തിൽ ആകെ ഒരു പാട്ടുള്ളൂ, പിന്നെ ഒരു ടൈറ്റിൽ സോങ് ആണുള്ളത്. ആ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്ന രമേശ് ബാബു എന്നൊരു പാട്ടുകാരനാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു പാട്ടുള്ളത് പ്രദീപ് പള്ളുരുത്തി. അതായത് സിനിമയിലൊന്നും ഇതിനു മുമ്പൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഒരു സംഭാവനയും ചെയ്യാത്തൊരു പ്രദീപ് പള്ളുരുത്തി പാടിയാൽ കൊള്ളാം അല്ല എന്ന് തോന്നുന്നു. അത് തന്നെ ഒരു ദൈവികതയാണ്. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ വീട്ടിൽ സിറാജിക്ക, അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, അലക്സ് പോള്, പിന്നെ നമ്മുടെ അൻവർ റഷീദ്, അങ്ങനെ എത്ര ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഒരു ദൈവികതയുമായി എൻ്റെ മുന്നിലേക്ക് വരികയായിരുന്നു. മമ്മൂക്ക, ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ ആ പാട്ട് വേറെ ആരെങ്കിലും പുതിയ ആള് പാടട്ടെ എന്ന് പറഞ്ഞത്. ഒരു വാക്ക് മതിയായിരുന്നു പ്രദീപിനെ മാറ്റാൻ, അല്ലേ? രഞ്ജിത്ത് സാറിന്റെ പ്രോജക്റ്റ് ആയിട്ടാണല്ലോ ആദ്യം അനൗൺസ് ചെയ്തത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം രഞ്ജിത്ത് സാറ് ആ പാടത്തിന്റെ കമ്പോസിങ് നടത്തുന്ന സമയത്ത് അലക്സ് ചേട്ടനോട് ചോദിച്ചു, പ്രദീപ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അലക്സ് ചേട്ടൻ പറഞ്ഞു പ്രദീപ് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വിളിക്കും. അപ്പോൾ രഞ്ജിത്ത് സാറ് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ട്രാക്ക് പാടി കേൾക്കുന്നത് പ്രദീപിന്റെ ശബ്ദത്തിൽ കേട്ടാൽ മതിയെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ല, ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടില്ല, ഒരു വിശ്വസം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ എന്നോടുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ. നല്ലൊരു മറുപടിയാണ്. തീർച്ചയായിട്ടും. പാണ്ടിമേളം പാട്ടും കുത്തും പക്ക
പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി ശിങ്കമാണട അയ്യാസാമി, അടിപൊളി ശിങ്കമാണട അയ്യാസാമി. കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. വിഷ്വലൈസിംഗ് ആണല്ലേ പിന്നെ റഹ്മാനൊക്കെ ഉള്ള ഒരു രണ്ട് മുട്ടകൾ ഉണ്ട് എപ്പോഴും മമ്മൂക്കയുടെ കൂടെ ഉണ്ടകളായിട്ട്. അതിൽ ഒരു മുട്ട നമ്മുടെ മലനാട് ടിവിയുടെ ഒരു സന്തത സഹചാരിയായ ആർ മെഹജാവാണ്. സ്വദേശിയാണ്, മെഹജാബ് സാറാണ്. അദ്ദേഹം അധ്യാപകനാണ്. പടത്തിന് വേണ്ടി മുട്ടയൊക്കെ അടിച്ച് ഫുൾ ത്രൂ ആയിട്ടായിട്ട് ക്യാരക്ടർ ഞങ്ങൾ എൻജോയ് ചെയ്തതാണ് ആ പാട്ട്. പിന്നെ നമ്മുടെ ആ ഈ പറഞ്ഞതുപോലെ ശരിക്കും ആ പാട്ടിന്റെ വരികളിൽ ശരത്തേട്ടൻ എഴുതിയ മറ്റേ വോട്ട്, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് എന്ന് പറയുന്ന ആ ഗാനത്തിന് ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ സാധ്യത, ഒരു വലിയ പ്രസക്തി ഉണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന സമയത്താണ് സമ്മതിദായകർ തന്റെ വോട്ടിന്റെ വാല്യൂ അറിയുന്നത്. അതുവരെ അവൻ പൊതുജനം കഴുത എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാല് പിന്നെ സാറുമാരൊക്കെ സാറുമാരായി. അതെ അതെ അതെ. പിന്നെ അവര് മുന്നിലേക്ക് നോക്കുള്ളൂ, താഴേക്ക് നോക്കില്ല. ആ ഒരു കാലഘട്ടത്തില് ആ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിണിയെ പൊതു സമ്മാനമാക്കൂ സോദരിയെ, ചുമ്മാതെ കളയരുതമ്മിണിയെ പൊതു സമ്മാനമാക്കൂ സോദരിയെ. ചോര തുടിക്കണ കയ്യുകളെ സിന്ദൂര താരപതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരോട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരോട്ടു തരൂ. ഓ തക 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 തകതും വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിണിയേ. എന്താ അതിന്റെ ആ സ്റ്റൈലും ആ രീതികളൊക്കെ ഒരു മറ്റേ സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അദ്ദേഹം വിഷ്വലൈസിൽ കാണുകയാണ്, സ്ക്രീനിൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് ഒരു ഗായകനിലൂടെ തനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട് സംവിധായകന്, ശരിയല്ലേ? അത് ആ ഒരു സീക്വൻസില് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രതിപള്ളത്തിലെ പാട്ടുകളൊക്കെ ആഘോഷങ്ങളായിരുന്നു. അത് സ്ക്രീനിലായാലും തിയേറ്ററിലായാലും ഗംഭീരമായിട്ട് ആഘോഷങ്ങളായിരുന്നു. ഈ പറഞ്ഞ പോലെ ശരത്തേട്ടനും ഒരു ഒരു കോമഡി സീക്വൻസിലൂടെയാണ് ആദ്യം തുടങ്ങുന്നതെങ്കിലും ഇതിനകത്ത് ആ പിന്നെ ഇടയ്ക്കുള്ള വരികളൊക്കെ തീവ്രമായ കമ്മ്യൂണിസം അല്ലേ, ചെങ്കുടിയുടെ വീര്യം അല്ലെങ്കിൽ ആ ഒരു പിന്നെ കമ്മ്യൂണിസത്തിന്റെ വീര്യം ആവോളം ഉയർത്തുന്ന വരികളാണ് അതിനകത്തുള്ളത്. ക്ലാസ്മേറ്റ് അങ്ങനെ ഹിറ്റാവുകയും ചെയ്തു. അവിടെയും പ്രതിപള്ളത്തിലൊരു കയ്യൊപ്പ് നമ്മുടെ ചലച്ചിത്ര മേഖലയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ച സിനിമകളും പാട്ടുകളുമാണ് നമ്മൾ കേട്ടതൊക്കെ. ശരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രദീപ് പള്ളുരുത്തി എന്ന് പറയുന്ന ഗായകൻ. നേരത്തെ ശ്രീനിവാസൻ ചേട്ടൻ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഈ പാട്ടുകളും ഇങ്ങനെ കിട്ടിയ അവസരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതം പുഷ്ടിപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ടോ? ഒരു സമയത്ത് എന്നെ ഒരുപാട് എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമാ പ്രവർത്തകനാണല്ലോ ഞാൻ. ഒരു സിനിമയുടെ ഒരു കാര്യം മാത്രം ചെയ്യുന്നു, അത് മാത്രം ചെയ്താൽ പോരാ, സിനിമയുടെ ഇതര ഭാഗങ്ങളിലേക്ക് കൂടി കടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാശ് മുടക്കി പല കാര്യങ്ങളും ചെയ്യും. അതെല്ലാം സക്സസ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഈ സക്സസ് ആവാതിരിക്കുമ്പോൾ എല്ലാം എന്താ സംഭവിക്കണം? ലോസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് സിനിമയുടെ പുറകിലൊക്കെ നടന്നുകൊണ്ട് എനിക്ക് ശരിക്കും സാമ്പത്തികമായ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ സംതൃപ്തനാണ്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കൂടെ നടക്കുന്ന പല ആളുകളും ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. പറഞ്ഞ പോലെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക്, നമ്മളിലൂടെ നമ്മുടെ ആ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ജന്മത്ത്.
മേ ഗോഡ് ബ്ലസ് യു. ഈ ഒരു ദിവസം നമ്മുടെ തിരുവോണ നാളിൽ എല്ലാവിധമായുള്ള ആശംസകളും അർപ്പിക്കുന്നു. ഒപ്പം നമ്മളെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന 2-3 പേരുണ്ട് കുടുംബത്തില്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ഭാര്യ, അതായത് ഞാൻ ആദ്യം മുതൽ തന്നെ ഈ പാട്ടുകാരെന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വ്യാപൃതനാകാൻ തുടങ്ങുമ്പോൾ ഭാര്യ എന്നെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അതൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിലെ പാട്ടുകാരനെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പാട്ടുകാരനാണ്, ആത്യന്തികമായിട്ട് ഞാൻ പാട്ടുകാരനാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇനി എന്തായാലും പൈസ മുടക്കിയുള്ള കളിക്കൂല. തീർച്ചയായിട്ടും. എന്തായാലും വൈഫ് പറഞ്ഞതുപോലെ നിങ്ങളിലെ പാട്ടുകാരനെ വാനോളം ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഓണനാളുകളിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞാനൊരു പ്രഡിക്ഷനോടെ പറയണം കേട്ടോ, വരുന്ന നാളുകളിൽ ഉടനെ തന്നെ ഒരു തമിഴ് പാട്ട് പാടേണ്ടി വരും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, സന്തോഷം. അപ്പൊ ഇന്നത്തെ ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയെ കാണാം. നന്ദി, നമസ്കാരം.